എന്റെ വീട് കാണാൻ വന്നായിരുന്നു, ഓർമ്മയുണ്ടോ? അങ്ങനെ ഈ നമ്പർ എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു നാട്ടുകാർക്കൊന്നും അറിയണമല്ലോ ഇല്ലയോടാ എന്നോട് ചെയ്യുന്നത്, അറിയട്ടെ നിങ്ങളൊക്കെ അറിയണമല്ലോ. നിങ്ങൾക്ക് അറിയാതെ പറ്റിച്ചെടുത്ത ദേവദാസ് എന്ന് പറയുന്ന കഥന് അവളുടെ മരുമോളുടെ മരുമോളുടെ ഭർത്താവെന്ന് അച്ഛനെന്ന് പറയുന്നത് പൊന്നച്ചു ഇതിനപ്പുറത്തെ ആരാ കേട്ടോ. അതുപോലെ ദേവദാസിന്റെ പെണ്ണും പെണ്ണ എന്തോ ശരിയാണോ അഞ്ച പെണ്ണുപിടി അവര് അല്ലേടാ. ദൈവമേ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയി. എന്തായാലും അത് പോയത് കൊണ്ടാ സത്യത്തിൽ ഇച്ചിരി ബാക്കിയുള്ളത് കൊണ്ടല്ലോ നമുക്ക് 50 സെന്റ് വല്ലായ്മകൾക്കുണ്ട്. അല്ലാതെ 35 രണ്ട് കുട്ടിയുടെ കല്യാണത്തിൽ നമുക്കറിയാമോ? അവിടെ അതിനപ്പുറത്തും ബിജു ഇല്ലേ, കോട്ടയിലെ ബിജുവിന്റെ കല്യാണത്തിൽ 35 സെന്റ് വീതമുണ്ട്. പിന്നെ ഈ വീട് നിൽക്കുന്നവർ 27 സെന്റ് സ്ഥലവും വീടും ഉണ്ടല്ലോ. ഈ വസ്തു പോയതുകൊണ്ട് ഇവന്മാരുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി കേട്ടോ. എങ്ങനെയില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വന്ന കാര്യങ്ങളിൽ കൂടെ എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഇവന്മാരുടെ ഉള്ളിലിരിക്കും ഇവന്മാരുടെ കുറെ കാര്യങ്ങളൊക്കെ. ഇവിടെ എന്റെ ഭർത്താവ് എന്ന് പറയുന്നത് എന്റെ കൊച്ചി എനിക്ക് പറഞ്ഞതാ മാളവികാണ് എന്റെ കൊച്ചിന്റെ പേര്. അവന്റെ പേരിലാണ് ഇനീഷ്യലായിട്ട്. മോടെ കൊച്ചിന്റെ പേര് എങ്ങനെയാ? നിങ്ങളുടെ ഭർത്താവ് ഹരിയുടെ ഇനീഷ്യൽ എഴുതിയോ? ഇപ്പൊ പറഞ്ഞ് ഇട്ടാൽ മതി, ന്യൂമറോളജി സംഖ്യാശാസ്ത്ര പ്രകാരം അതാ നല്ലത്. അതുപോലെ ഈ ശ്രീദേവി പറയുന്നതും അവിടെ രണ്ടാമത്തെ കൊച്ചിനെ ഇതാക്കിയിട്ട് പറഞ്ഞ് പത്നികാപ്രി എന്നേ ഉണ്ടാവും. അവിടെ ഭർത്താവിന്റെ പേര് മുരളി എന്നായിരുന്നു, ചെല്ലമുരളി. അവന്റെ പേര് അതിന്റെ കൂടെ അവൻ ഈ ബിജു എന്ന് പറയുന്ന എന്റെ ഭർത്താവിന്റെ കൊച്ചനാണ് അവിടെ രണ്ടാമത്തെ കൊച്ച്. അപ്പൊ ഞാനിങ്ങനെ ഫേസ്ബുക്ക് എഴുതി എന്റെ കൊച്ചിന്റെ പേര് എന്റെ കൊച്ചിന്റെ പേര് മാളവിക ഡി എന്നുള്ളത് മാളവിക ബിജു എന്നാക്കി മാറ്റി കേട്ടോ. പിന്നെ ഭയങ്കര വലിയ കളികൾ അവിടെ നടക്കുന്നത്. വലിയ ക്ഷേമനാണ് ഇവള് വരും. അവളെ ഭർത്താവ് എന്ന് പറയുന്നത് പാവമേറ്റ് സമയം രാമനാണ്. അവനെ കെട്ടി അവരെ 10 വർഷം കൊണ്ട് വകവരുത്തിക്കുന്നു. അവന്റെ എല്ലാം പിരിച്ചു വരച്ചാ പോകുന്നത്. അവന്റെ വസ്തു വരെ അവർ വാങ്ങിച്ച് വിറ്റഴിച്ചാ പോകുന്നത് കേട്ടോ. ആരാ മോളെന്നറിയോട് നടക്കുന്നു. നടപ്പൊക്കെ കണ്ടവള് ഇതുപോലെ ശീലാവധിയില്ല, അതുപോലെ അവർ നടക്കുന്നത് കരുതുന്നു. ഇതുപോലെ വല്ലാത്തവരെ കാണാൻ കിട്ടില്ല. അവർക്ക് ഒരു നല്ല തുണിയാണ് എന്നെ സമ്മതിക്കത്തില്ല. ഈ BUP എന്ന് പറയുന്നത് ഈ പിന്നായിട്ട് പിടിക്കെന്ന് പറയുന്നത് കേട്ടോ മോളെ. നമ്മളെ തുണിയെ പിടിച്ച് വാങ്ങിക്കുമായിരുന്നു. അത്തരം ദ്രോഹങ്ങൾ നമ്മളോട് ചെയ്തതാണ്. നമ്മള് പിന്നെ ഇപ്പോഴാ ഇതെന്നെ ശരിക്കും ആളുകൾ അറിയണമല്ലോ എന്ന് വിചാരിച്ചത്. നമ്മളെ അങ്ങനെ ഉപകരിക്കാൻ കൊള്ളത്തില്ലല്ലോ. എന്താ പറയുന്നത്, നമ്മള് ഒരു കളറുടെ തുണിയോ മിനുങ്ങുന്ന തുണിയുടെ ഈ തുണി മിനുങ്ങുന്നു കേട്ടോ. നിങ്ങളുടെ ഭർത്താവ് ഓഫീസിലുള്ള തുണിയല്ലയോ വാങ്ങിക്കില്ല? വാങ്ങിക്കോ. ഞാൻ ഒരിക്കൽ ഈ ശ്രീലേഖയുടെ കല്യാണത്തിന് നെല്ലിച്ചവരെ സാരി വാങ്ങിച്ചാൽ കഴിക്കിലേക്ക് അറിയാമോ? തീരന്റെ കഴിക്കിലേക്ക് അവിടുന്ന് എന്റെ വീട് വരെ എന്നെ ചീത്ത വിളിച്ചു. എന്റെ വീട് വരെ അവൻ എന്നെ ചീത്ത വിളിച്ചു. ഉൾട്ട ചീത്ത കാണണ്ടായിരുന്നല്ലോ. എന്നിട്ട് എന്റെ അമ്മയെന്ന് പറയുന്നവരും ഇവരും ഈ ശ്രീലേഖ പറയുന്ന അവളും ഒരക്ഷരം പറഞ്ഞില്ല. എന്തിനാ ചീത്ത വിളിക്കുന്നുണ്ട്? അവളൊരു സാരി വാങ്ങിച്ചത്, അവളുടെ ഇഷ്ടത്തിനെങ്കിൽ വാങ്ങിച്ചത്. ഒരക്ഷരം രണ്ടും പറഞ്ഞില്ല. എന്നിട്ട് എന്റെ വീട് വരെ ചീത്ത വിളിച്ചു. അതുപോലെ അവിടെ ഞങ്ങൾ താമസിക്കുന്നുണ്ടായിരുന്നു. ഈ BUP പറയുന്നത് എന്റെ മുൻ ഭർത്താവ് എന്ന് പറയുന്നത് എന്റെ വീട്ടിൽ വന്ന് പറയാൻ അറിയാം. അതും അറിയാം നമുക്ക്. 10 വർഷത്തോളം നിന്ന് 2000 എന്റെ കുഞ്ഞ് ജനിച്ച 2004 മുതൽ കൊച്ചിന് 10 വയസ്സോളം അവിടെ നിന്ന്. ആ സമയത്തൊക്കെ ഇവർ എന്റെ ദിവസവും അയക്കുന്നു. എന്റെ അമ്മയ്ക്ക് അവരുടെ മുന്നിലിട്ട് അയക്കുന്നത്. പക്ഷെ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. എന്തിനാ എന്റെ മോളെ കരുതുന്നതെന്നൊന്നും. ഇവിടെ വന്ന് നോക്കി നിന്ന് കുഴിക്കുമായിരുന്നു എന്റെ അമ്മച്ചി എന്ന് പറയുന്നത് കേട്ടോ. ആരാന്നറിയാം എന്റെ തൊട്ടെല്ലാം പിടിച്ചു പറ്റി എല്ലാം നോക്കി കൊടുക്കണം. അങ്ങനെ കുറെ അമ്മമാരെ അറിയിച്ചില്ലയോ? ആ കുട്ടരിക്കും എല്ലാം അങ്ങനെയാണ്. ഇപ്പൊ മോനെ എങ്ങാണ്ട് കൊണ്ടുവന്ന് വിക്രിക്ക് വന്നാ കേൾക്കുന്നത്. ഞാനോ ഇപ്പൊ ആളുകൾ പറയുന്നേക്ക് അവിടെ ഇങ്ങോട്ടൊക്കെ പോയിട്ട് വിട്ട് അവിടെ ഇതുപോലെ ഏതാണ്ടെല്ലാം മയങ്ങുന്ന സാധനം കൊടുത്ത് ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പൊക്കിയിട്ട് കൊണ്ട് ആശുപത്രി കൊണ്ട് മയക്കിയിട്ടായിട്ട് അതിന് ജനിച്ച് കുറെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അടിച്ചു മാറ്റി എടുത്തോണ്ട് ഇപ്പൊ നടക്കുകയില്ല കുട്ടൻ എന്ന് പറയുന്നത്. അവൻ ജോലിക്കും പോവോ? അവൻ ജോലിക്കൊന്നും പോകത്തില്ല കുട്ടൻ എന്ന് പറയുന്നത്. പോവോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവനിങ്ങനെ സുഖമായിട്ടിരുന്ന് മോന്റെ കാഴ്ചകളായിരുന്നു. ചിന്തയ്ക്ക് മോനെ ഇതാക്കിയപ്പോ മോനെ എന്റെ വീട്ടിൽ വരുന്നത് കഥയുണ്ടാക്കുക, നാളത്തെ കഥകളെല്ലാം ഉണ്ടാക്കുക. അതെഴുതി ഇതുപോലെ ഒരു മലയാളത്തിലൊരു കക്ഷിയാണ്. അവൻ വന്ന് കയറിയതാണ് മലയാളം അതിനെ പറ്റി. ഇതുപോലെ ഒരു പീഡനയാണ് നാട്ടിൽ കണ്ടിട്ടുള്ളത്. വൃത്തിയില്ലാതെ നടക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുറെ മൂല്യങ്ങൾ
വായിന്ന് വരുന്ന ചീത്ത കേൾക്കണം അവരുടെ പെണ്ണുങ്ങളോടൊക്കെ പറയുന്നത്. എന്നോട് എന്റെ മോളോട് പറയുന്നത് നല്ല പറയാൻ കുഴപ്പമില്ല പറയാം, അതുപോലുള്ള ഭാഷയായിരുന്നു പറഞ്ഞത്. എന്റെ റെക്കോർഡുണ്ട്. അത്ര ശരിയാണ്. അയലത്ത് കിടക്കുവായിരുന്നു ഒരു പണ്ടത്തെ. നമ്മള് പേടിച്ച് പോകുന്നത് നമ്മളവിടെ കിടന്ന് നമ്മളെ തല്ലിക്കൊല്ലും. അത് അങ്ങനത്തെ സാധനങ്ങളാണ്. അല്ലെങ്കിൽ 5 CCTV ക്യാമറ അടിച്ച് കൊടുത്തു. നിങ്ങളൊക്കെ അറിയാമോ? നിങ്ങൾ നാട്ടുകാരോടൊക്കെ പറയാം. 10 പെണ്ണുങ്ങളോട് പറയാറില്ല കേട്ടോ. എന്നാ വെക്കട്ടെ മോളെ, പറയണേ ഹരിയോട്. ആ ശരിയടാ. ഹലോ, പൈസ കിട്ടിയോ? ഇന്നയക്കോ? രാജകുറിച്ച് 5 തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ, എല്ലാ മാസവും തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ, ചോദിക്കാനൊന്നുമല്ല, അവരെന്നോട് നേരിട്ട് പറഞ്ഞതാ. എന്തോ ചോദിക്കാനാ? ആ, ഈ മാസവും പറഞ്ഞു, എല്ലാ മാസവും തരാമെന്നാ പറഞ്ഞിരുന്നത്, എല്ലാ മാസവും. ആ, ഹലോ. ആ, മുക്കുമേ. I was calling one person to take the pic of my house. I haven't seen her for so many. Sena. So, his wife took that. He said like they are not now residing at my place. He having her sister bought some house near Chittoor or some other place. So he will be going there every day for work. So he will take that. Sena. You took the bath. You took from like what is scooty? Swiping only. Huh? Swipe? No problem. That day, Naya, they can do Naya.